ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റുള്ള ക്യാരറ്റ് ഹൽവ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാൻ ഏതാണ്ട് ഒരു വർഷമൊക്കെ മുന്നേ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതാണ്. അത് ഞാൻ വേറൊരു രീതിയിലാണ് ഉണ്ടാക്കി കാണിച്ചിരിക്കുന്നത്. നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുള്ള ഹൽവ. ഇന്ന് ഞാൻ കാണിക്കുന്നത് വേറൊരു മെത്തേഡാണ്. ഇതും വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നല്ല ടേസ്റ്റുള്ള ഹൽവ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 കിലോ ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തതാണത്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലാണ് ചേർക്കുന്നത്. ഇതിങ്ങനെ പാട മാറ്റാത്ത പാലാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ നല്ലതാണ് കേട്ടോ. അതായത് ഫാറ്റ് മാറ്റാത്ത ഫുൾ ക്രീം മിൽക്കില്ലേ, അതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. പാലും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഓറഞ്ച് ക്യാരറ്റ് വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം. അത് മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കുറച്ച് കൂടുതൽ ചേർക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. സീസൺ ആവുമ്പോൾ ക്യാരറ്റിന് കുറച്ചും കൂടി മധുരം കൂടും. അതാണ് ഇപ്പോൾ ഈ ചുവപ്പ് കളറുള്ള ക്യാരറ്റ്. ഇതിൽ ഞാൻ നമ്മളെ സാധാരണ ഓറഞ്ച് കളറുള്ള ക്യാരറ്റ് ഞാൻ ഒന്ന് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതാണ് കളർ ഇങ്ങനെ കുറച്ച് മിക്സായിട്ട് തോന്നുന്നത്. ഇവിടെ ഇപ്പോൾ ക്യാരറ്റിൻ്റെ സീസണാണ്. നല്ല ചീപ്പായിട്ട് ക്യാരറ്റ് കിട്ടും. നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ ഈ ഒരു സമയത്ത് ധാരാളം ക്യാരറ്റ് ഹൽവ എല്ലാവരും ഉണ്ടാക്കും. നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 15 മുതൽ ഒരു 20 മിനിറ്റ് വരെ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എങ്ങാനും പാല് വറ്റിപ്പോയെങ്കിൽ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. പാല് വറ്റിയിട്ട് അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിലത്തെ ആ പാലൊന്ന് വറ്റിച്ചെടുക്കണം. ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ആ പാലൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് വേവണം കേട്ടോ. ഇപ്പോൾ വെന്തതിന് ശേഷം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയുടെ അളവ് അങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ക്യാരറ്റിൻ്റെ മധുരം കുറവാണെങ്കിൽ പഞ്ചസാര കൂടുതൽ ചേർക്കേണ്ടി വരും. നല്ല മധുരമുള്ള ക്യാരറ്റ് ആണെങ്കിൽ 1/2 കപ്പൊക്കെ മതിയായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക. മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ പഞ്ചസാര ചേർക്കാവുന്നതാണ്. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇനി പഞ്ചസാരയും ക്യാരറ്റും ഒക്കെ കൂടി കുറച്ച് നേരം ഒന്ന് വേവണം. ഒരു 5-6 മിനിറ്റ് മതിയാവും. പഞ്ചസാര ചേർക്കുമ്പോൾ വീണ്ടും അതിന്നിങ്ങനെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് വീണ്ടും ഇങ്ങനെ വറ്റി തുടങ്ങും. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഏലക്കാപ്പൊടിയും പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടിയും ചേർക്കുക. അതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ പാലൊന്ന് വറ്റി വരണം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുതൽ 4 ടേബിൾ സ്പൂൺ വരെ, അതായത് ഒരു 1/4 കപ്പ് വരെ കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ചേർക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തുണ്ടാക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് കൂടുതൽ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം. പഞ്ചസാരയുടെ അളവ് കൂട്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് കുറവായിട്ട് ചേർത്തിട്ട് അത് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഏതാ നമുക്ക് നല്ലത് വെച്ചാൽ ആ രീതിയിൽ ഉണ്ടാക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം കേട്ടോ. അതും കൂടി ചേർത്തിട്ട് ഇതെല്ലാം ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം. ഇപ്പോൾ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത കാരണം ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. നെയ്യ് കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഒരു 4 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നെയ്യ് അധികം ഇഷ്ടമില്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ആയാലും മതി. ഇപ്പോൾ ഇതാ ഒരുവിധം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി ഇത് ബാക്കിയുണ്ട് കുക്കാവാൻ. ഞാൻ ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സാണ് ചേർക്കുന്നത്. കുറച്ച് ബദാം സ്ലൈസ് ചെയ്തും കുറച്ച് അണ്ടിപ്പരിപ്പാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് ഉണക്കമുന്തിരിയും എല്ലാം ചേർക്കാം കേട്ടോ. അതേപോലെ കൊപ്ര അരിഞ്ഞിട്ട് അതും ചേർക്കാം. ഉണങ്ങിയ നാളികേരം അതിങ്ങനെ ചെറിയ ചെറിയ സ്ലൈസസ് ആക്കിയിട്ട് അതും ഇതിൽ ചേർക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതിൽ ചേർക്കാം. ഒന്നും കൂടി ഇത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്.
ഇതിലിപ്പോൾ നെയ്യ് ചേർക്കുന്നതിന് പകരം നമ്മൾ നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ പാൽപ്പാട ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കില്ലേ, ആ പാൽപ്പാട ഒരു 3-4 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതിൽ ചേർത്താലും മതി. അത് നന്നായിട്ട് കുക്കായിട്ട് അതിൽ നിന്ന് തന്നെ നെയ്യ് കിനിഞ്ഞ് വരാൻ തുടങ്ങും. അപ്പോഴും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇതാ അതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർത്തിട്ട് ബാക്കിയുള്ള ചേരുവകളെല്ലാം ഇതിൽ വീഡിയോയിൽ പറഞ്ഞ പോലെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ചേരുവകൾ വെച്ചിട്ട് പഞ്ചസാര കുറച്ച് കൂടുതൽ ചേർത്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇനി അവസാനം ഓഫ് ചെയ്യുമ്പോൾ 1 സ്പൂൺ നെയ്യ് മീതെ ഒഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് നെയ്യ് വെച്ചിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ കൂടുതൽ നെയ്യ് ഒഴിച്ചാൽ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.